എൻ്റെ പേര് വിനോദ് കുമാർ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കുമാർ ഇൻഡസ്ട്രിയിൽ. നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയുടെയും വളാഞ്ചേരിയുടെയും ഇടയിലുള്ള അമ്പലപ്പടിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇത് എൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. 10-38 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഞാൻ ഈ മേഖലയ്ക്ക് 10-22 വർഷമായി സ്വന്തമായി ജോലി ചെയ്യുന്നു. അച്ഛൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ പുത്തനങ്ങാടി ശില്പി എഞ്ചിനീയറിംഗ് വർക്ക്സിലാണ് ഞാൻ ജോലി ചെയ്ത് അവിടുന്ന് പണി പഠിച്ച് ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി. പുതിയ പുതിയ വർക്കുകൾ അവിടുന്നാണ് പഠിച്ചിരുന്നത്. കുമാർ ഇൻഡസ്ട്രിയിൽ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഒരുവിധം നമ്മൾ പരമ്പരാഗതമായി കൊല്ലം പണിക്കാരാണ്. ബ്ലാക്ക് സ്മിത്ത് ആ വർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇരുമ്പിന്റെ എല്ലാ വർക്കുകളും, ഷട്ടർ, വില്ല്, ഗേറ്റ്, കൊളാപ്സൽ ഗേറ്റ്, ഷീറ്റ് വർക്ക്, ഡ്രസ് വർക്ക്, എല്ലാ വർക്കുകളും ഇരുമ്പ് പരമായി എല്ലാ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നതാണ്. മെയിൻ വർക്കുകൾ നമ്മൾ സൈറ്റ് എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെയൊക്കെ ചെയ്യാറുണ്ട്. കാര്യമായിട്ട് ഇപ്പൊ പെരിന്തൽമണ്ണയാണ് വർക്ക് എടുക്കുന്നത്. പെരിന്തൽമണ്ണ നമ്മളെ കൊളത്തൂര്, അമ്പലപ്പടി, കൊളത്തൂര്, കുറുപ്പത്താല്, അങ്ങനെയുള്ള എല്ലാ മേഖലകളും വർക്ക് എടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് പറയാന് കസ്റ്റമേഴ്സ് ഫുള്ള് നമ്മളെ ബന്ധങ്ങളാണ് ഫുള്ള്. പിന്നെ അച്ഛന്റെ ബന്ധങ്ങളും അവരെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ കൂടി അങ്ങനെ അതിലൂടെയും വർക്ക് വരുന്നുണ്ട്. നമ്മുടെ കാര്യമായിട്ട് നമ്മൾ തുടക്കത്തിൽ അച്ഛന്റെ വർക്കുകളായിരുന്നു കൂടുതൽ. കൂട്ടത്തിൽ നമ്മളെ പഴയ മുതലാളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ വർക്കുകൾ, അങ്ങനെയാണ് തുടക്കം. എല്ലാ വർക്കിലും നമ്മൾ പാർട്ടിക്കാരെ അഭിപ്രായ പ്രകാരം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ വർക്കും ചെയ്യാറ്. അവർ പറയും ഇന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന പണി ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയും അപ്പോളോ പൈപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോളോ ചെയ്യാം. അതിന് ഓരോ ഗേജും കാര്യങ്ങളും കണക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. സ്ക്വയർ ഫീറ്റിലും ചെയ്യും, നമ്മൾ ലേബറായിട്ടും ചെയ്യും. ഏത് രീതിയിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ, എവിടെ പോയി ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. അതെ, എഞ്ചിനീയർ വർക്ക് ഇപ്പോഴും അടക്കം എഞ്ചിനീയർ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കോട്ടിയാടില് പൈപ്പ് വെച്ചിട്ട് ഗ്രില്ലടിക്കുക, എയർ പാസേജ് കിട്ടാൻ, പിന്നെ നമ്മൾ ഓപ്പണില് ഹാൻഡ് റെയിൽ വർക്ക്, അങ്ങനെയുള്ള എല്ലാ വർക്കും പിന്നെ ഓപ്പൺ ഡ്രസ്, റൂഫിംഗ് വർക്ക്, അതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ട് അനിയുണ്ട്. പിന്നെ നമ്മുടെ കൂടെ അവിടെ ഇവിടെയും, അതായത് 89 പേരുണ്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യണം. ഇപ്പൊ കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷനാണ് ഈ മേഖലയിൽ. പറഞ്ഞാൽ കോമ്പറ്റീഷൻ വെറും ഇപ്പൊ ലേബറിനായി വർക്ക്, ഫുള്ള് ലേബറിനായി വർക്ക്. എന്ന് വെച്ചാൽ പാർട്ടിക്കാർ മെറ്റീരിയൽ എടുത്തു കൊടുത്ത് നമ്മളും അതിനോട് കൂടി നമ്മൾ മെറ്റീരിയൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അല്ല, നമ്മൾ ഫുള്ളായിട്ട് കൊട്ടേഷൻ എടുത്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ കാര്യത്തിന് ബിസിനസ് പരമായി നമ്മൾ സോഷ്യൽ മേഖലയിൽ വല്ലാതെ ഇതില്ല. നമ്മൾ സാധാരണ നോർമലി നമ്മൾ ഈ അസോസിയേഷന്റെ പരമായി ഉള്ള വർക്കും കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള സോഷ്യൽ പരമായി അങ്ങനെയുള്ള വർക്കുകളാണ് നടക്കുന്നത്. നമ്മളെ KFU ഇൻഡസ്ട്രിയൽ KFUA എന്ന അസോസിയേഷന്റെ അഡ്ജമെന്റ് നമ്മൾ ഇതില് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അസോസിയേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ മേഖലയിലുള്ള ഒരുപാട് സ്ഥാപനം ഇല്ലാത്തവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് നടന്ന് വർക്ക് ചെയ്യുക. അതേമാതിരി നമ്മളെ ഈ വർക്കിന്റെ ചാർജൊക്കെ വളരെ കമ്മിയാക്കിയിട്ടാണ് അവർ വർക്ക് എടുക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ പോലെ ആൾക്കാർ ഈ സ്ഥാപനം ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പൊല്യൂഷന്റെ പ്രശ്നം വരുന്നുണ്ട്. അതേമാതിരി പഞ്ചായത്ത് ലൈസൻസ്, നമ്മളിതിന്റെ വാടക, അങ്ങനെ എല്ലാം കൂട്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര സംഖ്യ ഇതിന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ നടന്നു പണിയെടുക്കുന്നവർക്ക് ഇതൊന്നുമില്ല, പൊല്യൂഷന്റെ പ്രശ്നമില്ല, അതിന്റെ പുറമെ വാടക കൊടുക്കണ്ട. അവർക്കൊരു പോർട്ടബിൾ സെറ്റും ഒരു ഗ്രൈൻഡറും ഒരു ടാപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അവരെ പണി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളെ കൂടെ പണിയെടുക്കുന്ന വർക്കർമാർക്കെല്ലാം ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇൻഷുറൻസ് എത്ര പണിക്കാരുണ്ട് വെച്ചാൽ അവർക്കൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. കൊല്ലം ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്കിപ്പോൾ പൊതുവെ വർക്കില്ലായ്മയില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഭീഷണിയായിട്ടാണ് ഇപ്പൊ ഈ മൊബൈൽ വർക്കറൊക്കെ നിൽക്കുന്നത്. അവർക്കെതിരെയാണ് നമ്മൾ ഈ അസോസിയേഷനായിട്ട് നീങ്ങുന്നത്. നമ്മൾ ഇവിടെ ഈ മേഖലയുടെ കൊളത്തൂർ മേഖലയുടെ സെക്രട്ടറി എന്നുള്ള ചാർജ് എനിക്കാണിപ്പോ.
7 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ സെക്രട്ടറി സ്ഥാനത്തുണ്ട്. സമ്മേളനം ഇപ്രാവശ്യത്തെ സമ്മേളനം കൊളത്തൂർ മേഖലയിൽ വെച്ചിട്ട് ഞങ്ങളെ ഉത്തരവാദിത്തത്തിലാണ് ബ്ലോക്ക് സമ്മേളനം, പെരിന്തൽമണ്ണ ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അനിയൻ, 2 അനിയൻ, ഒരു പെങ്ങളുണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടികളാണ്. വൈഫ് വീട്ടില് ഇപ്പോഴത്തെ ഹൗസ് വൈഫാണ്. പ്ലാൻ എന്ന് പറയാൻ നമ്മളെന്താ വെച്ചാൽ നല്ലൊരു സ്ഥാപനം കൊണ്ട് നല്ല ഉഷാറായിട്ട് നമുക്ക് നമ്മളെ കൂട്ടത്തിൽ കുറെ പണിക്കാരുമായിട്ട് നമ്മളിങ്ങനെ സെറ്റപ്പായിട്ട് പണിയൊക്കെ അത്യാവശ്യം പണിക്കാർക്കും നമ്മൾക്ക് ഗുണം ഉണ്ടാവണം, നമ്മളെയും കൊണ്ട് ഗുണം ഉണ്ടാവണം, അവരെയും കൊണ്ട് നമുക്കും ഗുണം ഉണ്ടാവണം. ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സ്വയം സംസാരിച്ചിട്ട് വേണം നമുക്ക് ഈ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളിത് കൊണ്ടിറക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നടക്കുന്നത്. പക്ഷെ നമ്മളോട് ഇപ്പൊ എന്താ വെച്ചാല് നമ്മള് ഒരാളെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ അവര് നമ്മളോടൊരു നീതി പുലർത്തണം. അതായത് നമ്മളോട് പറഞ്ഞിട്ട് വേണം എന്ത് കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അവരെ പേഴ്സണൽ കാര്യങ്ങളല്ല, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കണം അവര് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് അപ്പോൾ നമ്മൾ അതിന്റെ രീതിയിൽ നമ്മൾ അവരോടും പെരുമാറിയാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു ഇത്. ഫാദറായിട്ട് ഇപ്പൊ അച്ഛൻ എന്താ വെച്ചാല് ഉയരം കയറാനും വല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ പരമ്പരാഗതമായ തൊഴിൽ എടുത്തുകൊണ്ട് എടുക്കുന്നുണ്ട്. ആലപ്പണി, കത്തി മടാള്, അങ്ങനെ വിക്കാസ്, അങ്ങനെ എല്ലാം നമ്മൾ വീട്ടിൽ കൊടുക്കുക, മൂർച്ച വീട്ടിൽ കൊടുക്കുക. പിന്നെ ചെറിയ മറ്റേ മടാളിന് പിടിയിട്ട് കൊടുക്കുക, വിക്കാസിന് പിടിയിട്ട് കൊടുക്കുക, അങ്ങനെ ചില്ലറ പണികളൊക്കെ ആയിട്ട് അച്ഛൻ നടക്കുന്നുണ്ട്. അഡ്രസ്സ് നമ്മള് പെരിന്തൽമണ്ണയുടെയും വളാഞ്ചേരിയുടെയും ഇടയിലുള്ള അമ്പലപ്പടി സെൻട്രലില് കുമാർ ഇൻഡസ്ട്രിയിൽ.